+2 സുവോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നല്ല അധ്യയന വർഷം ഏവർക്കും ആശംസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗും പേനയുമായി തയ്യാറായി കഴിഞ്ഞല്ലോ അല്ലേ? നമുക്ക് ക്ലാസ് ആരംഭിച്ചാലോ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. വീഡിയോ കണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്? ഒരു തള്ളക്കോഴി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. മുട്ടയിടുന്ന ജീവികൾക്ക് എന്ത് പേരാണ് വിളിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആക്ടിവിറ്റി ലോഗിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. എഴുതി കഴിഞ്ഞോ? ഒവിപാരസ് എന്ന് തന്നെയല്ലേ നിങ്ങൾ എഴുതിയത്? സ്ക്രീനിൽ നോക്കി അതിൻ്റെ ഡെഫിനിഷനും കൂടി പുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. കൂട്ടത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങളും രേഖപ്പെടുത്തുക. എഴുതി കഴിഞ്ഞോ? വേറെ എന്താണ് നിങ്ങൾ കണ്ടത്? ഒരു പൂച്ചയും കുറേ കുഞ്ഞുങ്ങളും. How does cat produce their young ones? Yes, you are right. Cat gives birth to young ones. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ആക്ടിവിറ്റി ലോഗിൽ എഴുതുകയല്ലേ? എഴുതി കഴിഞ്ഞോ? വിവിപാരസ് എന്ന് തന്നെയല്ലേ നിങ്ങൾ എഴുതിയത്? സ്ക്രീനിൽ നോക്കി ചിത്രത്തിൽ നിന്ന് എക്സാമ്പിൾസും അതോടൊപ്പം ഡെഫിനിഷനും രേഖപ്പെടുത്തിക്കൊള്ളുക. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായി ഒരു ചോദ്യം. സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങൾ നോക്കി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈസ് ദെയർ എനി ഓർഗാനിസം ദാറ്റ് പ്രൊഡ്യൂസ് എഗ്സ് വിച്ച് ആർ റീറ്റെയിൻഡ് ഇൻ ദെയർ ബോഡി ടിൽ ദേ ഹാച്ച്? മുട്ട വിരിയുന്നത് വരെ തങ്ങളുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ജീവികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾ ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തേണ്ടതാണ്. What do you call such organisms? Give 2 examples. ഇതിന് സൂചകം എന്ന് പറയുന്നത് സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങളാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. ഇനി നമുക്കൊരു വീഡിയോ കണ്ടാലോ? കണ്ടല്ലോ അല്ലേ? നിങ്ങൾ എന്താണ് കണ്ടത്? യെസ്, ദാറ്റ് പ്രോസസ് ഈസ് റെഫേർഡ് ടു ആസ് റീപ്രൊഡക്ഷൻ. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഗിവ് റൈസ് ടു യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. അവരുടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എത്ര തരത്തിലുണ്ട്? ഹൗ മെനി ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആർ ദെയർ? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സ്ക്രീനിൽ നോക്കി എസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉള്ള ഉദാഹരണം രേഖപ്പെടുത്തിക്കൊള്ളുക. What is the difference between sexual reproduction and asexual reproduction? എന്താണ് അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം? ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ സെക്സ് സെൽസ് ഇൻവോൾവ്ഡ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് സെക്സ് സെൽസ് ഓർ gametes.
അതേസമയം അലൈംഗിക പ്രത്യുൽപാദനത്തിൽ അല്ലെങ്കിൽ asexual reproductionൽ there is no involvement of sex cells. ഇത് മാത്രമാണോ ഇവ തമ്മിലുള്ള വ്യത്യാസം? അല്ല. Asexual reproduction involves a single parent, whereas sexual reproduction involves two parents, a male parent and a female parent. സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങൾ നോക്കി ഏതൊക്കെ ഓർഗാനിസംസ് ആണ് asexual reproduction കാണിക്കുന്നതെന്നും ഏതൊക്കെ ഓർഗാനിസംസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടെന്നും ഒന്ന് എഴുതുക. അതോടൊപ്പം തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസവും സ്ക്രീനിൽ നോക്കി ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തുക. What do you call those organisms in which there is a separate male and female? ആണും പെണ്ണുമായി വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഓർഗാനിസംസിനെ എന്ത് പേരാണ് നാം വിളിക്കുക? They are referred to as unisexual organisms. അവരെ unisexual organisms എന്ന് വിളിക്കുന്നു. മനുഷ്യരിൽ കാണുന്ന പ്രത്യുൽപാദനം ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ അതോ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലേ? ആൻഡ് ആർ ദേ ഒവിപാരസ് ഓർഗാനിസംസ് ഓർ വിവിപാരസ് ഓർഗാനിസംസ്? എന്താണ് ഒവിപാരസ് ഓർഗാനിസംസ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദോസ് ഓർഗാനിസംസ് വിച്ച് ലേ എഗ്സ് ആർ റെഫർഡ് ടു ആസ് ഒവിപാരസ് ഓർഗാനിസംസ് ആൻഡ് ദോസ് ഓർഗാനിസംസ് which give birth to young ones are called viviparous organisms. Vivi ennu parnal alive and porous means bearing. Ovi ennu parnal something related to ovum athava egg alle. അങ്ങനെയാണെങ്കിൽ human beings ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുക? Yes, they are viviparous organisms. So humans are sexually reproducing viviparous organisms. When does an individual become fit or capable of reproduction? എപ്പോഴാണ് ഒരു വ്യക്തി പ്രത്യുൽപാദനത്തിന് സജ്ജമാകുന്നത്? With the onset of puberty അല്ലെങ്കിൽ സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി പ്രത്യുൽപാദനത്തിന് സജ്ജമാകുന്നത്. റീപ്രൊഡക്ഷൻ ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. അത് അതിസങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് ഇവൻറ്റ്സ്. ധാരാളം ഘട്ടങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദീസ് ഇവൻറ്റ്സ് ആർ റെഫേർഡ് ടു ആസ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ക്രമമായി നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ ഒന്ന് എഴുതാൻ ശ്രമിച്ചേ. ക്രമമായി എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ്, isn't it? What is involved in sexual reproduction? It involves gametes or sex cells. Gametes അഥവാ സെക്സ് സെൽസ് ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം. സെക്സ് സെൽസ് ഏതൊക്കെയാണ്? സ്പേം ആൻഡ് എഗ്. സെക്സ് സെൽസ് അഥവാ ഗാമീറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെ എന്ത് പേരാണ് വിളിക്കുക? ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഗാമറ്റോജെനസിസ്. ജെനസിസ് മീൻസ് ഒറിജിൻ. ഇറ്റ് ഈസ് origin or formation of gametes. Gametogenesis means origin or formation of gametes. So which is the first reproductive event? It is gametogenesis. And gametogenesis involves process of formation of gametes. How many types of gametes are there? As I have already told, there are 2 types of gametes. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിലുള്ള ഗാമറ്റോജെനസിസ് ഉണ്ടായിരിക്കും? ഗാമറ്റോജെനസിസ് 2 തരത്തിൽ ഉണ്ടായിരിക്കും. സ്പേം ഫോർമേഷൻ ആൻഡ് എഗ് ഓർ ഓവം ഫോർമേഷൻ. സ്പേം ഫോർമേഷന് എന്ത് പേരാണ് വിളിക്കുക? ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് സ്പേം.
and oogenesis means formation of egg or ovum അല്ലെങ്കിൽ അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് oogenesis. ഇതിനെക്കുറിച്ച് സ്ക്രീനിൽ നോക്കി നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ പോയിന്റ്സ് രേഖപ്പെടുത്തിക്കൊള്ളൂ. Do you know which is the next reproductive event? ഏതാണ് അടുത്ത റീപ്രൊഡക്റ്റീവ് ഇവന്റ് അഥവാ പ്രത്യുൽപാദന ഘട്ടം? അത് പുരുഷ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പുംബീജം അഥവാ സ്പേം സ്ത്രീ ശരീരത്തിൽ അല്ലെങ്കിൽ വെജൈനയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. വാട്ട് ഈസ് ഇൻസെമിനേഷൻ? The process of transfer of male gamete or sperm from the male body to the female genital tract or vagina. പുരുഷ ശരീരത്തിലുള്ള സ്പേം സ്ത്രീ ശരീരത്തിൽ എത്തിച്ചേരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. സ്ക്രീനിൽ നോക്കി ആ റീപ്രൊഡക്റ്റീവ് ഇവന്റും ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തുക. What will happen after insemination? Sperm and egg, they have come together and they fuse with each other. Fusion of sperm and egg is called fertilization അല്ലെങ്കിൽ ബീജ സംയോഗം. പുംബീജവും അണ്ഡവും കൂടിച്ചേരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബീജ സംയോഗം. Fertilization is the process of fusion of gametes. What is the product of fertilization? നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. The product of fertilization is zygote. അങ്ങനെയാണെങ്കിൽ അടുത്ത റീപ്രൊഡക്റ്റീവ് ഇവന്റ് ഏതാണ്? It is zygote formation. Fertilization results in zygote formation. സൈഗോട്ട് അഥവാ സിക്താണ്ഡത്തിൽ എത്ര കോശങ്ങളുണ്ട്? സിക്താണ്ഡം അഥവാ സൈഗോട്ടിൽ ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ. സൈഗോട്ട് is single celled in nature. Now what will happen to the zygote? ഈ സൈഗോട്ടിലെ ഒറ്റ കോശം പല പ്രാവശ്യം വിഭജിക്കുകയും ധാരാളം കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബോൾ ഓഫ് സെൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. And that is referred to as blastocyst. The ball of cells which is formed from zygote is called blastocyst. The next reproductive event is transformation of zygote to blastocyst. സ്ക്രീനിൽ നോക്കി അതും ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തുക. Do you know what the next reproductive event is? It is attachment of blastocyst to the uterine wall. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിച്ചേരാനായിട്ട് തുടങ്ങുന്നു. This process is referred to as implantation. What is implantation? It is the process of attachment of blastocyst to the uterine wall. Implantation is the process of attachment of blastocyst to the uterine wall. സ്ക്രീനിൽ നോക്കി അതും രേഖപ്പെടുത്തിക്കൊള്ളുക. What happens to this blastocyst? ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് ആരംഭിക്കുന്നു. അങ്ങനെ വളർച്ചയുടെ ഘട്ടമാണ് അടുത്ത പ്രത്യുൽപാദന ഘട്ടം എന്ന് പറയുന്നത്. And it is referred to as gestation or embryonic period. It is called the period of embryonic growth. സ്ക്രീനിലെ ചിത്രം നോക്കി അടുത്ത ഘട്ടം ഏതാണെന്ന് ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഏതാണ് അടുത്ത ഘട്ടം? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അടുത്ത ഘട്ടം പ്രസവം തന്നെയാണ്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്ത് അഥവാ പ്രസവത്തിന് വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ. വാട്ട് ഈസ് പാർച്ചുറിഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത്, അല്ലെങ്കിൽ അതിനെ ഡെലിവറി എന്നും വിളിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ഒന്ന് വായിച്ചേ.
ഏതൊക്കെയാണത്? ഗാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, zygote formation, transformation of zygote to blastocyst, implantation, gestation and childbirth or parturition. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം oviparous. Oviparous means egg-laying animals. Ovi means something related to ovum and parous means bearing. പിന്നെ എന്താണ് പഠിച്ചത്? viviparous. Viviparous means those animals which give birth to young ones. Vivi means alive and parous means bearing. പിന്നെ നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. റീപ്രൊഡക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. റീപ്രൊഡക്ഷൻ എത്ര തരമുണ്ട്? 2 തരം, എസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനിലാണ് 2 പാരൻസ് ഇൻവോൾവ് ആയിട്ടുള്ളത്? അതെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരു മെയിൽ പാരൻറ്റും ഒരു ഫീമെയിൽ പാരൻറ്റും ഇൻവോൾവ് ആയിട്ടുണ്ട്. സെക്സ് സെൽസ് ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഏതാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഹ്യൂമൻ ബീയിങ്സിലും നടക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് വിവിപാരസ് ഓർഗാനിസംസ് ആൻഡ് ദേ ആർ യൂണിസെക്ഷുവൽ ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് sexes are separate. റീപ്രൊഡക്ഷൻ അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നും നമ്മൾ പഠിച്ചു. ആ ഘട്ടങ്ങളെയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിൽ ആദ്യത്തേത് ഗാമറ്റോജെനസിസ്, ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. രണ്ടാമത്തേത് ട്രാൻസ്ഫർ ഓഫ് ഗാമീറ്റ്സ്, അതായത് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമീറ്റ് ടു ഫീമെയിൽ ബോഡി. വാട്ട് ഡു യു കോൾ ദാറ്റ് പ്രോസസ്? ഇറ്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. അത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഉണ്ടാകുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദിസ് സൈഗോട്ട്? ദിസ് സൈഗോട്ട് ഈസ് ട്രാൻസ്ഫോംഡ് ടു എ ബ്ലാസ്റ്റോസിസ്റ്റ്. എന്താണ് ബ്ലാസ്റ്റോസിസ്റ്റ്? ഇറ്റ് ഈസ് എ മാസ് ഓർ ബോൾ ഓഫ് സെൽസ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിൽ അഥവാ യൂട്രൈൻ വോളിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നു. ആൻഡ് ദാറ്റ് ഇവൻ്റ് ഇസ് കോൾഡ് ദ പീരീഡ് ഓഫ് ജെസ്റ്റേഷൻ. ജെസ്റ്റേഷൻ കഴിഞ്ഞാൽ പാർച്ചുറിഷൻ അഥവാ ചൈൽഡ് ബർത്ത് നടക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് ഓർഡറിൽ എഴുതാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതിക്കൊള്ളുക. ഇനി ആക്ടിവിറ്റി ലോഗിൽ സ്ക്രീനിൽ തെളിയുന്ന ചോദ്യങ്ങൾ എഴുതിയെടുത്ത ശേഷം വേഗത്തിൽ അതിന് ഉത്തരം കൂടെ എഴുതേണ്ടതാണ്. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗാമറ്റോജെനസിസ്? എന്താണ് ഗാമറ്റോജെനസിസ്? ചോദ്യം എഴുതിക്കഴിഞ്ഞോ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു കോൾ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് സ്പേം to the female genital tract or vagina? പുരുഷ ശരീരത്തിൽ നിന്ന് പുംബീജം സ്ത്രീ ശരീരത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേര് എന്താണ്? What do you call the process of transfer of sperm to the female genital tract? ചോദ്യം എഴുതി കഴിഞ്ഞോ? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? എന്താണ് ഇംപ്ലാന്റേഷൻ? വേഗം ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ എഴുതുക. എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്ക്രീനിൽ തെളിയുന്നത്. ആ ആക്ടിവിറ്റി നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തിയിട്ട്
പിന്നെ അതിന് ഉത്തരം കണ്ടെത്തി എഴുതേണ്ടതാണ്. Question 1. Prepare a flowchart showing the various reproductive events. I repeat, prepare a flowchart showing the various reproductive events. പ്രത്യുൽപാദനത്തിലെ വിവിധ ഘട്ടങ്ങളെ ഒരു ഫ്ലോ ചാർട്ടായി എഴുതുക. പ്രത്യുൽപാദനത്തിലെ വിവിധ ഘട്ടങ്ങളെ ഒരു ഫ്ലോ ചാർട്ടായി എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ അല്ലേ? രണ്ടാമത്തെ ചോദ്യം. ഗ്രൂപ്പ് ദ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് അണ്ടർ 2 headings. Hint, pre-fertilization events and post-fertilization events. പ്രത്യുൽപാദന ഘട്ടങ്ങളെ രണ്ടായി തരംതിരിച്ച് ഒരു പട്ടിക തയ്യാറാക്കുക. പ്രത്യുൽപാദന ഘട്ടങ്ങളെ രണ്ടായി തരംതിരിച്ച് ഒരു പട്ടിക തയ്യാറാക്കുക. സൂചിക: ബീജസംയോഗത്തിന് മുൻപുള്ള ഘട്ടം, ബീജസംയോഗം കഴിഞ്ഞുള്ള ഘട്ടം. അത് പൂർത്തിയാക്കാനുള്ള ടേബിളും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പൂർത്തീകരിച്ച ആക്ടിവിറ്റി നിങ്ങളുടെ അധ്യാപകർ തരുന്ന നിർദ്ദേശമനുസരിച്ച് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ കൈവശം സൂക്ഷിക്കുകയോ ചെയ്യുക. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. അടുത്ത് സ്ക്രീനിൽ കാണുന്ന ചിത്രം നോക്കി അതിലെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ കണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാണ്. ഏതൊക്കെ പാർട്സ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പറയാൻ സാധിക്കുക? അതെ, ഒരു പെയർ ഓഫ് ടെസ്റ്റസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റസ്. ദെൻ വാട്ട് ഡിഡ് യു സീ? ടെസ്റ്റസ് കഴിഞ്ഞ് പിന്നെ അതിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെമിനിഫറസ് ട്യൂബ്യൂൾസ് മാത്രമേ ഉള്ളായിരുന്നോ? ഇല്ല, ഇനിയും ഒരുപാട് ഭാഗങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് വിവിധ ഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഓർ പെനസ്. ആക്സസറി ഡക്ട്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് ആരംഭിക്കുന്ന റെറ്റി ടെസ്റ്റസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമസ്, വാസ് ഡെഫറൻസ് ആൻഡ് യൂറിത്ര. ആക്സസറി ഗ്ലാൻസ് include prostate gland, bulbourethral glands and seminal vesicles. എവിടെയാണ് ടെസ്റ്റസ് സ്ഥിതി ചെയ്യുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെൽവിക് റീജിയനിലാണ്. എന്നാൽ ടെസ്റ്റസ് സ്ഥിതി ചെയ്യുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്താണ്. ടെസ്റ്റസ് ഈസ് ലൊക്കേറ്റഡ് outside the abdominal cavity in a pouch referred to as the scrotum. സ്ക്രോട്ടം അഥവാ വൃഷണ സഞ്ചിക്കുള്ളിലാണ് ടെസ്റ്റസ് അല്ലെങ്കിൽ വൃഷണം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. The role of the male reproductive system is to produce and deliver sperm to fertilize an egg in the female. These sperm are produced outside the body cavity by the testicles or testes, which are located in the scrotum. The scrotum protects and supports the male reproductive parts that are located outside the body cavity. This includes the testicles, epididymis, and vas deferens. The testicles produce about 300 million sperms each day. However, this is possible only if the temperature of the testicle is 2 to 3 degrees Celsius less than the normal body temperature or about 93.2 degrees Fahrenheit. The scrotum maintains this temperature by adjusting how close it holds the testicles to the body. Is there any significance for this peculiar location? എന്താണ് ഈ ഒരു പ്രത്യേക ലൊക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ
For the normal development of sperm, they require a temperature 2 to 2.5 degrees Celsius lower than the normal body temperature. നമ്മുടെ സാധാരണ ശരീര ഊഷ്മാവിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ താപനിലയാണ് സ്പേം ഡെവലപ്മെൻറ്റിന് ആവശ്യം. അതുകൊണ്ടാണ് ടെസ്റ്റിസ് അബ്ഡമിനൽ കാവിറ്റിക്ക് പുറത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. As testis is located outside the abdominal cavity, it is also referred to as extra-abdominal testis. And as it is located inside the scrotum, it is also referred to as scrotal testis. ഒരു ചോദ്യം കൂടി എഴുതിക്കോളൂ. Why is testis located outside the abdominal cavity? ഉത്തരം ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.